എനിക്ക് ചെയ്യാൻ ഏറ്റവും ഇഷ്ടവും ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കുന്നതുമായ ഒരു കമൻ്റാണ്, ലിറ്റി ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ചെയ്യാമെന്ന്. കുറേ ആയിട്ട് കേൾക്കുന്നു, എന്നാൽ ചെയ്തേക്കാം. ഇപ്പോൾ ഇവിടെ സമയം 12:30 കഴിഞ്ഞ് ഒരു 5 മിനിറ്റായി. ഞാൻ പുറത്തോട്ട് പോകാൻ ഒരുങ്ങുക. അപ്പോൾ ആദ്യം തന്നെ മോയ്സ്ചറൈസിങ് ക്രീമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ക്ലിനിക്കിൻ്റെ ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മോയ്സ്ചറൈസിങ് ക്രീമും എടുക്കാം. അപ്പോൾ തുടങ്ങുമല്ലേ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ. അതിനു മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് പോകണം. പ്രത്യേകിച്ചും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും കാണുന്നവരോടാണ്. അപ്പോൾ മോയ്സ്ചറൈസിങ് ക്രീം ഒക്കെ ഇട്ടു. ഇനി അടുത്തത് ബോഡി ലോഷനാണ്. ഇത് മുഖത്ത് തേക്കാൻ വേണ്ടിയിട്ടല്ല, കയ്യിലും കാലിലും ഒക്കെ തേക്കാനാണ് എടുത്തേക്കുന്നത്. ബോഡി ഷോപ്പിൻ്റെ ഒരു ബോഡി ലോഷനാണ്. ശരിക്കും പുറത്ത് പോകുമ്പോഴേ ഞാൻ പറയേണ്ടത് ഷോർട്ട് ഡ്രസ്സൊക്കെ ഇടുന്നതുകൊണ്ട് കയ്യിലും കാലിലും ഒന്നും തേച്ചില്ല, നല്ല വൃത്തികേടായിട്ടിരിക്കും. അടുത്തത് സൺസ്ക്രീൻ. ഞാൻ യൂസ് ചെയ്യുന്നത് വിൻഷി എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡാണ്, നല്ലൊരു ബ്രാൻഡാണ്. അപ്പോൾ വിൻഷിയുടെയാണ് സൺസ്ക്രീൻ എടുത്തേക്കുന്നത്. നല്ല സൺസ്ക്രീനാണ്. പിന്നെ കുറച്ച് വൈറ്റ് കാസ്റ്റ് ഉണ്ട്, ഒത്തിരി ഒന്നുമില്ല. പക്ഷെ നമ്മൾ നന്നായിട്ട് ഫേസിൽ മസാജ് ചെയ്ത് കഴിയുമ്പോൾ അത് നന്നായിട്ട് അബ്സോർബ് ആയി പോകും കേട്ടോ. നമ്മൾ മോയ്സ്ചറൈസിങ് ക്രീം ഇട്ട് കഴിഞ്ഞാൽ നെക്സ്റ്റ് ചെയ്യേണ്ടതാണ് സൺസ്ക്രീൻ ഇടുക എന്നുള്ളത്. ചിലരുടെ ഡൗട്ടാണ്, ആദ്യം സൺസ്ക്രീൻ ആണോ അത് കഴിഞ്ഞിട്ടാണോ മോയ്സ്ചറൈസിങ് ക്രീം എന്ന്. അല്ല, ഫസ്റ്റ് സ്കിൻ മോയ്സ്ചറൈസ് ചെയ്യണം. അപ്പോൾ മോയ്സ്ചറൈസിങ് ക്രീം പിന്നാണ് സൺസ്ക്രീൻ. അപ്പോൾ ഞാൻ എൻ്റെ പണി സാധനങ്ങളെല്ലാം എടുത്തു. നമുക്കിനി പണി തുടങ്ങാം. ആദ്യം തന്നെ ഫൗണ്ടേഷനാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. മാക്കിൻ്റെ ഒരു ഫൗണ്ടേഷനാണ്. അതിൻ്റെ ഷെയ്ഡ് ഏതാണെന്ന് എനിക്കറിയില്ല, കാരണം ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഷെയ്ഡ് എൻ്റെ അടുത്തില്ല. നിങ്ങൾ ചോദിക്കുവാണെങ്കിൽ ഞാൻ നോക്കിയിട്ട് കമൻറ്റിൽ ഇട്ടേക്കാം. ആദ്യം തന്നെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഈ പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ചെയ്യുന്ന പോലൊന്നുമല്ല ഞാൻ മേക്കപ്പ് ചെയ്യുന്നത്. പിന്നെ സാധാരണ നോർമലി എല്ലാവരും മേക്കപ്പ് ചെയ്യുമ്പോൾ ഫൗണ്ടേഷനൊക്കെ ബ്രഷ് ചെയ്തിടാറുണ്ട്. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ ഈസി ആൻഡ് കംഫർട്ടബിൾ എൻ്റെ കൈ വെച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. അതുകൊണ്ടാണ് കൈ വെച്ച്. ഇപ്പോൾ കൈ വെച്ചാണെങ്കിൽ കയ്യിലും മുഖത്തും പറ്റും, ബ്രഷ് വെച്ചാണെങ്കിൽ മുഖത്തും ബ്രഷിലും പറ്റും. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. പക്ഷെ നമ്മൾ സ്വന്തമായിട്ടൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏതാണോ കൺവിൻസിങ് അതനുസരിച്ച് ചെയ്യുക. ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ട് അടുത്ത ഞാനൊരു കൺസീലറാണ്, നാസിൻ്റെ കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. കാരണം എൻ്റെ കണ്ണിൻ്റെ അടിയിലും മൂക്കിൻ്റെ താഴെയൊക്കെ ചുണ്ടിന് ചുറ്റുമൊക്കെ ആയിട്ട് നല്ല ഡാർക്ക് സർക്കിളുണ്ട്. അപ്പോൾ അതൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കൺസീലർ യൂസ് ചെയ്യാറുണ്ട്. എന്ന് വെച്ചാൽ എപ്പോഴും യൂസ് ചെയ്യത്തൊന്നുമില്ല. ഇതിപ്പോൾ ഒരു ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആയിട്ട് കാണിക്കുന്നതുകൊണ്ട് ചെയ്തേ ഉള്ളൂ. ഞാൻ ജോലിക്കൊക്കെ പോവുകയാണെങ്കിൽ ജസ്റ്റ് ഫൗണ്ടേഷൻ മാത്രമേ ഇടാറുള്ളൂ കേട്ടോ. ഇനി അടുത്തത് കോമ്പാക്ട് പൗഡർ. ഞാൻ യൂസ് ചെയ്തേക്കുന്നത് ഹുഡ ബ്യൂട്ടിയുടെ ഒരു കോമ്പാക്ട് പൗഡർ. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു കോമ്പാക്ട് പൗഡറാണ് കേട്ടോ. അങ്ങനെ കോമ്പാക്ട് പൗഡറും നമ്മൾ സക്സസ്ഫുള്ളി മുഖത്തൊക്കെ അടിച്ചു തേച്ചു. മുഖത്തിന് നല്ല വിസ്തീർണവും വിസ്താരമൊക്കെ ഉള്ളതുകൊണ്ട് ഇച്ചിരി ഏറെ വേണം എനിക്ക്. അത് കഴിഞ്ഞിട്ട് കോമ്പാക്ട് പൗഡർ കഴിഞ്ഞിട്ട് ഞാൻ ട്രൈ ചെയ്തത് നമ്മുടെ ലിപ് ലൈനറാണ്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ലിപ്സ്റ്റിക് ഇടുന്നതിന് മുമ്പ് മസ്റ്റായിട്ട് ലിപ് ലൈനർ വെച്ച് ലൈൻ ചെയ്ത് കൊടുക്കണം. അതല്ലേ ലിപ്സ്റ്റിക്ക് ഭയങ്കരമായിട്ട് സ്പ്രെഡാവും. പിന്നെ ലിപ്പിന് നല്ല ഷേപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എൻ്റേത് ലോറിയലിൻ്റെ ഒരു ലിപ് ലൈനർ ആയിരുന്നേ. അടുത്തത് ലിപ്സ്റ്റിക്ക്. ഞാൻ ലിപ്സ്റ്റിക്ക് എടുത്തേക്കുന്നത് മാക്കിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. ലോക്ക്ഡ് കിസ് എന്ന് പറഞ്ഞിട്ടുള്ള കാറ്റഗറിയിൽ പെട്ടൊരു ലിപ്സ്റ്റിക് കേട്ടോ. എന്ന് വെച്ചാൽ 24 hours ലോങ് ലാസ്റ്റിംഗ് എന്നാണ് മായ്ക്ക് തന്നെ പറയുന്നത് മാത്രമല്ല കേട്ടോ. 24 hours ഒന്നും ഞാൻ നോക്കിയിട്ടില്ല. പക്ഷേ 12 hours ഒക്കെ നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യും. നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ലിപ്സ്റ്റിക്ക് തന്നെയാണ് ഞാൻ മിക്കപ്പോഴും ജോലിക്ക് പോകുമ്പോൾ ഇടാറുണ്ട്. കാരണം വരുമ്പോൾ വരെ തിരിച്ചു വരുന്നിടം വരെ അതുപോലെ നിൽക്കും കണ്ടോ. അങ്ങനെ നല്ല തത്തമ്മ സുണ്ടൊക്കെയായി. ഇനി അടുത്തത് എൻ്റെ ഐബ്രോസ് ഹൈലൈറ്റ് ചെയ്യുന്ന പരിപാടിയാണ്. ശരിക്കും ഞാൻ എപ്പോഴും പോയി പിരികം ത്രെഡ് ചെയ്യുന്ന കൂട്ടത്തിലൊന്നുമല്ല. ഇപ്പം ലാസ്റ്റ് ചെയ്തത് ജൂണിലാണ്. നാട്ടിൽ പോകുന്നതിന് മുമ്പ് ചെയ്തിട്ട് പോയതാണ്. പിന്നെ ചെയ്തിട്ടില്ല. ഇപ്പം മാസം 5-6 കൊള്ളാല്ലേ. നല്ലൊരു സെൻറ്റൻസ് അല്ലേ. സോ ഞാൻ ഐബ്രോ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തേക്കുന്നത് ലാക്മേയുടെ ഒരു ഐബ്രോ പാലറ്റാണ്. നല്ല സംഭവം കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഐബ്രോ പെൻസിലിനേക്കാളും ഐബ്രോ പാലറ്റ് വെച്ച് നമ്മൾ ഹൈലൈറ്റ് ചെയ്യണേ നല്ല വോളിയൊക്കെ തോന്നും. ഇതിപ്പോൾ ചെയ്ത് വന്നിട്ട് ദിഗംബരൻ്റെ പിരികം പോലായിട്ടുണ്ട് എൻ്റെത്. കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ ഐബ്രോസ് ഒക്കെ സെറ്റ് ചെയ്തു. ഇനി അടുത്തത് ഐലൈനർ. ഞാൻ യൂസ് ചെയ്യുന്ന ഐലൈനർ ഓൾവേസ് നമ്മുടെ മെബിലിൻ്റെ ഐലൈനറാണ്. ലാക്മേയുടെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഞാൻ ഇപ്പോഴും ലാക്മേയുടെ യൂസ് ചെയ്യുന്ന ഒരേ ഒരു സാധനമാണ് നമ്മുടെ ഐലൈനർ. പക്ഷേ ഈ പ്രാവശ്യം മെബിലിൻ്റെയാണ്. നല്ല ഈസിയാണ് വരയ്ക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ ക്യാമറയിൽ നോക്കിക്കൊണ്ട് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് വലിയ പിടുത്തമില്ല. എന്നാൽ
എന്നാൽ കഴിയുന്ന വിധം ഞാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. ശരിക്കും ഞാൻ ഏതൊക്കെ മേക്കപ്പ് ഇട്ടില്ലേലും എൻ്റെ കണ്ണ് ഹൈലൈറ്റ് ചെയ്തില്ല എങ്കിൽ കണ്ണെഴുതിയില്ലേ ചത്ത മീൻ്റെ പോലെ ഇരിക്കുന്നേ. അതുകൊണ്ട് ഞാൻ മിക്കവാറും കണ്ണെഴുതാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. ഇനി അടുത്തത് മസ്കാരയും മെബിലിൻ്റെ ആണെന്നാണ് എനിക്ക് തോന്നുന്നതല്ല കേട്ടോ, അത് തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ മസ്കാരയും ഐലൈനറും എനിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത 2 സാധനങ്ങളാണ് കേട്ടോ. അങ്ങനെ അതും ചെയ്തു. ഇനി അടുത്തതാണ് ഐ ഷാഡോ. ഇത് മാൻഡേറ്ററി ഒന്നുമല്ല, ഞാനിപ്പം മേക്കപ്പ് ഇടുന്നത് കാണിച്ചത് കൊണ്ട് ചെയ്തതന്നേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ കണ്ണെഴുതുന്നതിന് മുമ്പ് ഇത് ചെയ്യേണ്ടത് കേട്ടോ. പക്ഷേ ഞാൻ മറന്നുപോയി. ഞാൻ പറഞ്ഞില്ല എപ്പോഴും യൂസ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ വിട്ടുപോയി. അതുകൊണ്ട് കണ്ണെഴുതി കഴിഞ്ഞിട്ടാണ് മസ്കാര യൂസ് ചെയ്തേക്കുന്നത്. ഞാൻ യൂസ് ചെയ്തേക്കുന്ന മസ്കാര അർബൻ ഡികെയുടെ നേക്കഡ് 3 എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം കേട്ടോ. കിടുക്കാച്ച സാധനമാണ്. അപ്പം മസ്കാര യൂസ് ചെയ്തു. ഇനി അടുത്തത് ബ്ലഷ്. ഞാൻ പിക്സിയുടെ ബ്ലഷാണ് യൂസ് ചെയ്തേക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ ഒരു സാധനം. കാരണം വളരെ ഈസിയാണ് ഇടാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് പിന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് കണ്ട എൻ്റെ ചെകിടത്താരം അടിച്ച പോലെ തോന്നും, കുഴപ്പമില്ല. കുറച്ച് കഴിയുമ്പോൾ എല്ലാം ഓക്കെ ആവും. അങ്ങനെ നമ്മുടെ മേക്കപ്പ് മൊത്തം കഴിഞ്ഞു. കണ്ടോ, ഇത്രയും സമയം കൊണ്ട് മേക്കപ്പ് കഴിഞ്ഞു. വളരെ ഈസി അല്ലേ, സിമ്പിൾ. ഇത്രേ ഉള്ളൂ എൻ്റെ മേക്കപ്പ്. ഇനി ഹെയറും കൂടെ ഒന്ന് സെറ്റ് ചെയ്താൽ മതി. സെറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ഞാൻ വലിയ സ്റ്റൈലിൽ പറഞ്ഞതേ ഉള്ളൂ. ചെറുതായിട്ടൊന്നും മുടി ചെയ്യി ഒതുക്കിയാൽ മതി, അത്രേ ഉള്ളൂ കാര്യം. മുടിയും കൂടെ ചെയ്യി കഴിഞ്ഞപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് ലുക്ക് മാറി എന്ന് നിങ്ങൾ പറഞ്ഞു തരണം. ഞാനല്ലല്ലോ പറയണ്ടേ, പക്ഷെ എനിക്ക് തന്നെ തോന്നി കൊള്ളാം എന്ന്. ശരിക്കും പറഞ്ഞാൽ ഹെയറിൽ കുറച്ച് ഓയിലിൻ്റെ ഇതുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ അത്ര പെർഫെക്ഷൻ ഇല്ലാത്ത. ഞാൻ പറഞ്ഞിട്ടില്ലേ 2 ദിവസം കൂടുമ്പോൾ ഷാമ്പു ചെയ്തില്ലേ എൻ്റെ തല ഭയങ്കരമായിട്ട് ഓയിലുണ്ടാവും. അതുകൊണ്ടൊരു ചെറിയൊരു അസ്കിതയുണ്ട് ഹെയറിന്. ബാക്കിയെല്ലാം ഓക്കെയാണ്. അപ്പോൾ എൻ്റെ മേക്കപ്പ് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ. ഇനി പെർഫ്യൂമും കൂടെ അടിച്ചാൽ മതി. അങ്ങനെ പെർഫ്യൂമും അടിച്ചു. നമ്മൾ വെറും 20 മിനിറ്റ് കൊണ്ട് ഒരുങ്ങി കഴിഞ്ഞു. ശരിക്കും പറഞ്ഞത് വീഡിയോ ആയിട്ട് എടുത്തുകൊണ്ട് ഇത്രയും താമസം കേട്ടോ. 20 മിനിറ്റ് ഒന്നും ശരിക്കും പറഞ്ഞാൽ ഒരുങ്ങാൻ എടുക്കത്തില്ല സാധാരണ. ഇതിപ്പം വീഡിയോ ഒക്കെ എടുത്ത് എന്താ പറയുക ഇടയ്ക്ക് കട്ട് ചെയ്ത് എടുത്തത് കൊണ്ട് ഇത്രയും സമയമായെന്നുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ മൊത്തം മേക്കപ്പ്. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. മുമ്പത്തെ വീഡിയോയ്ക്കകത്ത് ഇത്രയും ബ്രൈറ്റ്നസ് തോന്നിക്കാത്ത ക്യാമറയുടെ ഫ്രണ്ടിൽ എനിക്ക് വെട്ടമില്ലാത്തതുകൊണ്ട്, മിററിൻ്റെ ഫ്രണ്ടിൽ എനിക്ക് വെട്ടമില്ലാത്തതുകൊണ്ട് ബാക്കിൽ നിന്നാണ് വെട്ടം വരുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരുക്കമെല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ കറങ്ങാൻ പോകുന്നു. എന്നാണേലും ഒരുങ്ങിയതല്ലേ. ഈ പ്രാവശ്യത്തെ കറങ്ങാൻ പോക്കലിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് ആർക്കെങ്കിലും പറയാവോ? നമ്മൾ നടന്നാണ് പോകുന്നത്. അപ്പോൾ റെഡിയല്ലേ, നമുക്ക് നടന്നു പോകാം. ഇതാ എൻ്റെ ഫ്ലാറ്റ് കേട്ടോ. നമ്മുടെ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിലോട്ട് ഞാൻ വന്നു. മഗ്രബി ഓപ്റ്റിക്കൽസ് ബിൽഡിംഗ്, അവിടെയാണ് ഞാൻ താമസിക്കുന്നത്. ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ കുറേ പേര് പറയും ഇതിൻ്റെ അടുത്താണ് ഞങ്ങളും താമസിക്കുന്നത് ലിറ്റി എന്നെനിക്കറിയാം. ഇതേ പോകുന്ന വഴിക്ക് കണ്ടോ ഒരു AC ബസ് സ്റ്റോപ്പ്. ചൂടുള്ളപ്പോഴൊക്കെയാണെങ്കിൽ അതിനകത്ത് കയറുന്ന കുറച്ച് നേരം കാറ്റ് കൊള്ളാം, തണുത്ത കാറ്റ്. പക്ഷേ ഇപ്പോൾ ചൂടൊന്നുമില്ല. വിൻ്റർ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നല്ല ക്ലൈമറ്റാണ് നടന്നു പോകാനേ. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് നടന്നു പോകാമെന്ന്. ഞാൻ പിന്നെ പല വീഡിയോസിലും പറഞ്ഞിട്ടില്ലേ, ഞാൻ പോകുന്നത് എങ്ങോട്ടാണെന്നും പറഞ്ഞില്ലേ, പറയേണ്ട ആവശ്യമില്ല. എങ്ങോട്ടാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. നമ്മുടെ വീടിൻ്റെ അടുത്താണ് ഈ ഷോപ്പിംഗ് മോൾ. അപ്പം നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. പിന്നെ ഞാൻ വിചാരിച്ചു ഒരു വെറൈറ്റി ആയിട്ട്, എപ്പോഴും വണ്ടിക്കല്ലേ പോകുന്നത്, അങ്ങനെ നടന്നു പോയേക്കാന്ന്. ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ, സമയം പോകണ്ടേ. അങ്ങനെ നമ്മുടെ അടുത്തത് എന്താണ്, നമ്മുടെ മെട്രോ മാനിലയുടെ ഒക്കെ ഫ്രണ്ടായി. നമ്മുടെ 2 ബിൽഡിംഗ് അപ്പുറത്താണ് ഈ മെട്രോ മാനില. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു 12:30 കഴിയുമ്പോൾ തൊട്ട് നമ്മുടെ റോഡിൽ കൂടെ മെയിനായിട്ട് സ്കൂൾ ബസ്സുകളാണ് ഏറ്റവും കൂടുതലുള്ളത് കേട്ടോ. എന്തോരം സ്കൂൾ ബസ്സാണെന്ന് നോക്കി. ഇനി സിഗ്നൽ ക്ലിയർ ആവണം നമുക്ക് ക്രോസ് ചെയ്ത് പോണേൽ. ജേഡു ഉള്ളപ്പോൾ ഇടയ്ക്ക് ഞാനും ജേഡും കൂടെ നടക്കാൻ പോവേ ഇങ്ങനെ അൽവാദ മോളിലോട്ട്. ആ ഫ്രണ്ടിൽ കൂടെ പോയതാണ് അബുദാബിയിലെ പബ്ലിക് ട്രാൻസ്പോർട്ട്. പണ്ട് ജേഡുക്കുട്ടൻ കുഞ്ഞായിരിക്കുമ്പോൾ ഞാനും ജേഡും കൂടെ ഇങ്ങനെ ബസ്സിൽ കയറി പോകും കേട്ടോ. ആദ്യമൊക്കെ എനിക്കൊന്ന് ലേഡീസിന് ബസ്സിൽ ഫ്രീ ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ 1 ദിറമായി. ഇപ്പോഴെത്രയാണെന്ന് എനിക്കറിയില്ല, ചിലപ്പം 2 ദിറംസേ ഉള്ളായിരിക്കും. ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ജേഡുവിനെയും കൊണ്ട് ബസ്സിൽ പോയിരുന്നു. ജേഡുവിന് ഭയങ്കര ഇഷ്ടമായിരുന്നു ബസ്സിൽ പോകാൻ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ജസ്റ്റിയുടെ ഓഫീസ് നമ്മുടെ അഡ്നോക്ക് എക്സിബിഷൻ സെൻറ്റർ അല്ലേ, അവിടെ ആയിരുന്നേ. അപ്പം നമ്മൾ ഇവിടുന്ന് അവിടം വരെ, നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ അല്ലേ ബസ് സ്റ്റോപ്പ്, അപ്പോൾ അവിടം വരെ ഞങ്ങൾ രണ്ടും കൂടെ ബസ്സിൽ പോയിട്ട് തിരിച്ച് ജസ്റ്റിയുടെ വണ്ടിക്ക് തിരിച്ചു വരുമായിരുന്നു. എന്താ അല്ലേ ഓരോരോ വട്ടം നല്ല രസമല്ലേ. കൊച്ചിന് ഭയങ്കര ഇഷ്ടമായിരുന്നതുകൊണ്ടേ കൊച്ചിനെയും കൊണ്ട് പോകുന്ന ബസ് കാർഡൊക്കെ എടുത്തിട്ട് ഇപ്പോൾ ഒത്തിരി വർഷമായി കേട്ടോ പോയിട്ട്. ഈ ഒരു സംഭവമാണ്, വിൻ്ററൊക്കെ അല്ലേ. അങ്ങനെ നമ്മൾ നേരെ അൽവാദയുടെ ഫ്രണ്ടിൽ വന്നു. എൻ്റെ വീഡിയോ കണ്ട് ഒത്തിരി പേര് പറയാറുണ്ട് ലിറ്റി അൽവാദ മോള് കണ്ട് ഞങ്ങൾക്കിപ്പോൾ ലിറ്റിയെക്കാളും പരിചയമായിരുന്നു, ഈവൻ നാട്ടിലുള്ളവർ വരെ. അപ്പോൾ ഇതാണ് ഞാൻ എപ്പോഴും തിരിഞ്ഞ് പോകാറുള്ള നമ്മുടെ സ്വന്തം അൽവാദ മോള്. എന്നെ കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി. മിക്കപ്പോഴും അതുവഴി തേരാപ്പാര ഞാൻ കറങ്ങി നടക്കുന്നതാണ്. ഇപ്പം എന്തിനാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ 2-3 ദിവസമൊക്കെ അവധി കിട്ടുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് വീട്ടിലിരിക്കാൻ പറ്റത്തില്ല. 2 ദിവസം മാക്സിമം, അതും പാടാം. അപ്പോൾ പിന്നെ ഞാൻ എന്നെയെന്ന് വെച്ചാൽ പതുക്കെ കൊച്ചും ജസ്റ്റിയൊക്കെ സ്കൂളിലും
ഓഫീസിലൊക്കെ പോയി കഴിയുമ്പം ഇതുവഴി വന്ന് ഇതുവഴിയൊക്കെ കറങ്ങി നടന്ന് എല്ലാ ഷോപ്പിംഗ് മോളിൽ കൂടെയൊക്കെ കയറി. നമ്മൾ സാധനം എടുക്കണമെന്നൊന്നും ഇല്ലല്ലോ, കണ്ടാൽ പോരെ. വിൻഡോ ഷോപ്പിംഗ് എല്ലാ മോളിൽ കൂടെയൊക്കെ, ഷോപ്പിംഗ് മോളിൽ കൂടെ അല്ല സോറി, എല്ലാ ഷോപ്സിൽ കൂടെയൊക്കെ കയറി നടന്ന് സാധനങ്ങളൊക്കെ കണ്ട് ഇഷ്ടമുള്ളതാണെങ്കിലും എടുത്ത് അങ്ങനെ. പണ്ട് നാട്ടിലൊക്കെ ആയിരിക്കുമ്പോഴല്ലേ അല്ലേ നമ്മളൊരു സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്, അല്ലാതെ കറങ്ങാൻ പോകാറില്ല. പക്ഷെ ഇപ്പോൾ എനിക്കറിയില്ല. പക്ഷേ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ചുമ്മാ കറങ്ങാൻ പോകുമ്പോൾ കണ്ടാൽ ഇഷ്ടപ്പെടും. ഇങ്ങോട്ടൊക്കെ ഹോം സെൻറ്ററിൽ കണ്ട കേട്ടോ. ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ അടുത്ത് വരാറായതുകൊണ്ട് ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻ സാധനങ്ങൾ ഡെക്കോറൊക്കെ ഒത്തിരി വന്നിട്ടുണ്ട്. എന്ത് ഭംഗിയല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്രിസ്മസ് സീസണാകുമ്പോൾ ഇങ്ങനെ കറങ്ങാൻ പോകാൻ. പ്രത്യേകിച്ചും ക്രിസ്മസ് സീസണാകുമ്പോൾ എല്ലാ ഷോപ്സും നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്യും, കാണാനും നല്ല ഭംഗിയായിരിക്കുമേ. അങ്ങനെ ഹോം സെൻറ്ററിൽ ചെന്നപ്പോൾ ഹോം സെൻറ്ററിൽ നല്ല സെയിൽ. ശരിക്കും പറഞ്ഞാൽ സെയിലൊക്കെ ഉള്ളപ്പോഴേ സാധനം വാങ്ങിക്കാറുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ക്രിസ്മസിന് നമുക്ക് കേക്കൊക്കെ ഉണ്ടാക്കണ്ടേ, അപ്പോൾ എനിക്ക് കുറച്ച് ബേക്ക് ചെയ്യുന്ന പാത്രങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു. ഞാൻ ഈയിടെ കാണിച്ചിട്ടില്ലേ എൻ്റെ ഒരു പ്ലാന്റിൻ്റെ പോട്ട്, ആ സെയിം സാധനമാണ്. സെയിം അല്ല, അതുപോലെ തന്നെ ഇരിക്കും. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമ്മളിതൊന്നും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതല്ല, പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഓരോന്ന് കാണുമ്പോൾ വാങ്ങിക്കാതിരിക്കാൻ പറ്റത്തില്ലെന്നേ. അങ്ങനെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ വാങ്ങിച്ചാണ് ആ പ്ലാന്റിൻ്റെ ആ പോട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇപ്പോഴത്തെ എൻ്റെ ഒരു ക്രേസ് എന്ന് പറഞ്ഞാൽ ഇമാതിരി സാധനങ്ങളോടൊക്കെയാണ് എനിക്ക്, എന്താ പറയുക, ചെടികളും ചെടിച്ചട്ടികളും അങ്ങനത്തെ സാധനങ്ങളോടൊക്കെ ഒരു വല്ലാത്ത ഇഷ്ടം. പിന്നെ നമ്മൾ ചുമ്മാ ഇരിക്കുമ്പോഴും സമയമുള്ളപ്പോഴൊക്കെ ഈ ചെടി കൃഷിയും കാര്യങ്ങളൊക്കെയാണ്, ഇഷ്ടം പോലെ സമയം പോകില്ലോ, അതുകൊണ്ടും കൂടെ കേട്ടോ. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഇതുപോലെ ഷോപ്പിംഗ് മോളിൽ കൂടെ ഇങ്ങനെ തെണ്ട് നടക്കുക, എല്ലാ ഷോപ്സിലും കയറുക, സാധനങ്ങൾ ട്രൈ ചെയ്യുക, അല്ലെ സാധനങ്ങൾ നോക്കുക. അതിനൊന്നും നമുക്ക് ആർക്കും കാശ് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് ചുമ്മാ ഇഷ്ടമുള്ള സമയമുള്ളപ്പോൾ ഇങ്ങനെ അങ്ങ് നടക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പണ്ടൊക്കെ ഭയങ്കര ചമ്മലായിരുന്നു ഇങ്ങനെ നടക്കുന്നതിന്, ഇപ്പോൾ എനിക്ക് ചമ്മലൊന്നും ഇല്ല. അങ്ങനെ ഞാൻ ഹോം സെൻറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ നമ്മുടെ ഐക്യയിലോട്ട് പോയി. ഐക്യയിൽ ഇതുപോലെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഹോം സെൻറ്ററിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഐക്യയിലാണ് കുറച്ചുകൂടെ വിലക്കുറവ്. ഇത് കണ്ടോ സ്റ്റുഡിയോ വരുന്നത്, നമ്മുടെ അൽവാദ മോളിൽ സ്റ്റുഡിയോ വരുന്നുണ്ട്. ഇതൊരു ഓപ്പണിംഗ് ആയില്ല, പണി നടന്നുകൊണ്ടിരിക്കുക. പക്ഷെ എനിക്കൊന്ന് കലീദിയ മോളിൽ ഓപ്പൺ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു, ഞാൻ എവിടെയോ കണ്ടായിരുന്നു. ശരിക്കും എനിക്ക് സത്യം പറഞ്ഞാൽ ആരും എന്നെ വന്ന് കുനിച്ച് നിർത്തി കൂമ്പിടിച്ചേക്കരുത്, സത്യം പറയാമല്ലോ. എനിക്ക് സ്റ്റുഡിയോയിലെ സാധനങ്ങൾ വലിയ താല്പര്യമൊന്നും ഇല്ല കേട്ടോ. എനിക്ക് വലിയ എന്താ പറയുന്നത് ഒരു വാവ് ഫാക്ടർ ഒന്നും തോന്നിയില്ല സ്റ്റുഡിയോയിലെ. നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ കുറച്ച് വിലക്കുറവുണ്ടെന്നുള്ളതല്ലാതെ വലിയ ക്വാളിറ്റി ഉള്ള സാധനമായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് നോക്കാം ഇനി ഇവിടെ അബുദാബി വന്നു കഴിയുമ്പം എങ്ങനെ ഉണ്ടെന്നേ നോക്കിയിട്ട് പറയാം. അങ്ങനെ ഞാൻ അതുവഴി എല്ലാം കറങ്ങി നടന്നു. അത് ഞാൻ ക്രോക്സിൽ കയറി കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇവിടെ കയറാനായിട്ട്. നോക്കിയേ എന്തോരം ക്രോക്സിൻ്റെ ഇതുകൊണ്ടോ. ഈ സാധനത്തിൻ്റെ പേരെന്നായിരുന്നു, ഞാൻ മറന്നുപോയി. അത് തന്നെ പൊക്കിമോൻ്റെ എന്താ പറയേണ്ടത്, ക്രോക്സ് ഉണ്ട്, അല്ലാത്തതുണ്ട്, കുറേ ഉണ്ട് കേട്ടോ. ജേഡുവിന് ഭയങ്കര ഇഷ്ടമാണ് ക്രോക്സിൻ്റെ. പിന്നെ പിള്ളേരുടെ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് സൈസ് മാറുമല്ലോ ഷൂവിൻ്റെ. ജേഡു ജേഡു കുഞ്ഞായിരിക്കും തൊട്ട് ക്രോക്സിൻ്റെ വാങ്ങിച്ചു കൊടുത്ത് കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നേ. കാല് വലുതാകുമ്പോൾ നമ്മൾ ഞാൻ ഇന്നാൾ കാണിച്ച പോലെ റെഡ് ക്രസൻറ്റിൽ ഡൊണേറ്റ് ചെയ്യും, അല്ലാത്തവൻ ഇട്ടുകൊണ്ട് നടക്കും. പിന്നെ അവനെയും കൂട്ടി പോകുമ്പോൾ വാങ്ങിച്ചു കൊടുക്കുക അല്ലേ. അങ്ങനെ അതുവഴി കറക്കം എല്ലാം കഴിഞ്ഞു. ഫൈനലി നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്തായിരിക്കും എന്നറിയാമല്ലോ. സ്റ്റാർബക്സിൽ കയറി ഒരു കോഫിയൊക്കെ കുടിച്ച് സിപ്പ് ചെയ്തിരിക്കുന്നതിനേക്കാളും ലക്ഷ്യം അവിടെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ലുലുവിൽ പോയി. ഞാൻ എന്തിനാണ് പോയെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് എന്താ പറയുക മീറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്, കുറച്ച് സ്റ്റേക്ക് ഉണ്ടാക്കാൻ വേണ്ടി. എന്നോട് ആരാണ്ട് ഈയിടെ 2-3 പ്രാവശ്യം ചോദിച്ചു എങ്ങനെയാണ് ബീഫ് സ്റ്റേക്ക് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതൊന്ന് കാണിക്കാനായിട്ട് സാധനം വാങ്ങിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് പോയതാണ്. കുറച്ച് മഷ്റൂം സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അപ്പോൾ എൻ്റെ ഷോപ്പിങ്ങും തെണ്ടലും ഒക്കെ ഇവിടെ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. അപ്പോൾ ശരി, പോയേച്ചും വരാം.